ഒരു സ്റ്റില്ലാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്റ്റിൽ. എല്ലാം ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ, കുറച്ച് സമയം തരാം നമുക്ക്. ആ സ്റ്റില്ലിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്. ഓക്കെ, ടേക്ക് എ ലുക്ക് അറ്റ് ദ സ്റ്റിൽ. ശ്രദ്ധിച്ചു കണ്ടോ അതിനകത്ത് എത്ര ബിൽഡിംഗ് ഉണ്ടെന്ന് എണ്ണിയായിരുന്നു? ഇല്ല. പിന്നെ എനിക്ക് അറിയില്ല, ചോദ്യം അതാണെങ്കിൽ പിന്നെ നമുക്ക് ആകെ പണിയാവും തോന്നുന്നു. അതായിരിക്കണേ ദൈവമേ, അതായിരിക്കണേ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ആ, അക്കരെ 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 എത്ര തവണ കണ്ടിട്ടുണ്ട്? പലതവണയായിട്ട് അങ്ങനെ അല്ലേ? എന്നാൽ ഈ സിനിമ ഏതാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അക്കരെ 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 എന്നാണെന്നുള്ളത്. നമുക്ക് തൽക്കാലം ബിൽഡിങ്ങിന്റെ എണ്ണം വേണ്ട. പകരം ഈ സിനിമയിൽ കിരീടം തേടി ദാസനും വിജയനും അന്വേഷണത്തിന് പോയത് ഏത് രാജ്യത്തേക്കാണ്? അമേരിക്ക. അമേരിക്ക. അമേരിക്കയാണ് ഉത്തരം. കിരീടം തേടി പോയ രാജ്യം അമേരിക്ക. ഉറപ്പല്ലേ? അതെ അതെ, അമേരിക്ക. ഷുവറാണോ? അതെ അതെ. വേറെ ടെൻഷനില്ല അല്ലേ? ഇത്രയും ഉറപ്പാണ്. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. വേറെ അവിടെയല്ലേ പോയത്? അതിനെ പറ്റിയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പോ കൃത്യമായ ഉത്തരം പറഞ്ഞു. അവർ വീണ്ടും നിലവറയിലേക്കാണ് പോവാണ്, വീട്ടിലെ വിളക്ക് കേട്ടോ. അപ്പൊ ഇത്തവണ ആര് പോവും? കുറച്ച് വെയിറ്റ് ഉള്ള സാധനം എടുക്കണമെങ്കിൽ പോവോ കാമുകം പോവോ? ഞാൻ തന്നെ പോവാ. കുറച്ച് വെയിറ്റ് കുറച്ച് വെയിറ്റ് ഉള്ള സാധനം. അപ്പൊ തന്നെ മറ്റേ സെല്ല് ചെയ്ത് പുള്ളി കുറച്ച് വെയിറ്റ് ഞാൻ പോകുന്നതാണ് നല്ലത്. സജൻ സെറ്റല്ലേ? ഗെയിം അല്ലേ? ഗെയിം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിലവറയും റാണി മീനാക്ഷി. ഞാൻ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ഗെയിമുമായിട്ട് ഓൾ സെറ്റ് ആണ്. ഗെയിമിന്റെ പേരാണ് ഊതിയതാണോ? കാരണം ഇവിടെ നമ്മള് ഊതേണ്ട ഒരു ടാസ്ക് ആണുള്ളത്. ഈ ഒരു ബൗളിൽ കുറെ കളർഫുൾ ബോൾസ് ഉണ്ട്, കുറെ കളർഫുൾ ട്യൂബ്സ് ഉണ്ട്. അപ്പൊ മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു ട്യൂബിലൂടെ ഇങ്ങനെ ബോൾസ് ഇങ്ങനെ ബ്ലോ ചെയ്ത് പുറത്തേക്ക് കളയണം. അപ്പൊ അതാണ് ടാസ്ക്. യു വിൽ ഹാവ് 45 seconds ടു കംപ്ലീറ്റ് ദ ടാസ്ക്. അതുപോലെ തന്നെ പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺസിൽ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ്സും എടുത്ത് നിലവറ അടക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കണം. ഓക്കേ, ദാറ്റ്സ് എ നൈസ് വൺ. അപ്പോ അതായത് വളരെ ശക്തമായിട്ട് ഊതി അത് പുറത്ത് കളയേണ്ടി വരും. അപ്പോ റെഡിയല്ലേ? ഓക്കെ, റെഡി. മറ്റേ ഊതല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ ഊതിയേ പറ്റുള്ളൂ. ഊതി പരിചയമുണ്ടോ? പണ്ട് അടുപ്പിലെ കൂട്ടിട്ട് അടുപ്പിലെ ഊതറ അങ്ങനെ ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ ആദ്യത്തെ വീട്ടിലൊക്കെ അടുപ്പൊക്കെ ആയിരുന്നല്ലോ, ഇടയ്ക്ക് ഗ്യാസ് എത്തിക്കും, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പോലീസുകാർക്ക് ഭയങ്കര പ്രജനസ് ആണല്ലോ. നമ്മുടെയൊക്കെ ലുക്ക് കണ്ട അപ്പൊ തന്നെ പിടിച്ചു നിർത്തിയിട്ട് ഉറപ്പായിട്ടും ഊതിക്കാറില്ലേ? ഞാനിപ്പോ ചെയ്തൊരു പടത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഊതിയിട്ടുണ്ട്. ആണോ? പുഴയിലെടുത്തിട്ട് ചൂടൊക്കെ നോക്കിയിട്ട്. അല്ല, പോലീസുകാർ ഊതിച്ചിട്ടുണ്ടോ? ഊതിച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ടിട്ടുണ്ടോ? പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കുറെ നാളെ മുന്നേക്കെ നമ്മള് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോ ബിയറൊക്കെ അടിച്ചിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെറ്റിയടച്ച് രക്ഷപ്പെട്ടോ? പെറ്റിയടച്ച് പെറ്റിയടക്കാതെ ഒരു ഇടൂലല്ലോ. ഇപ്പോഴാണെങ്കിൽ കുറച്ചൊരു ചെറിയൊരു മയം കാണുമായിരിക്കും. അതെ, ഇപ്പൊ പിടിച്ചിട്ടില്ല. അതായത് ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ പോവാറില്ല. പിന്നെ മാത്രമല്ല ബൈക്ക് ഓടിപ്പം തീർന്നല്ലോ. പണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സമാധാനം പിടിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനും പോകില്ല. അപ്പൊ തീർച്ചയായും റെഡി. ഓടൂ, വാരൂ, നേടൂ, go. Yes, Sanjata, come. Okay, yellow. Green, pink. Okay. എല്ലാം കഴിഞ്ഞു. 10, 9, 8, 7, 6, 5. ആ ബുദ്ധി നോക്കിയേ, എനിക്ക് വയ്യ. അടിപൊളി. അയ്യോ, സത്യേട്ടാ ഞാൻ നോക്കുമ്പോ താന്നുകൂടെ അമ്മാൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച സാധനങ്ങൾ. പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ പ്ലസ് 2 ബർണർ ഗ്ലാസ് ടോപ്പ് കേട്ടോ. അതുപോലെ നോൺ സ്റ്റിക് ഫ്രയർ പാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.